പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരി തറവാട്ടിൽ അയ്യപ്പൻ വിളക്കിൻ്റെ ചടങ്ങുകൾ നടത്തുകയാണ്. എന്നാൽ ജലജയും ജാനകിയും ഹോസ്പിറ്റലിൽ ദേവയാനിയുടെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ ജലജയും ജാനകിയും ഓരോ കുത്തിത്തിരിപ്പുമായി നടക്കുകയാണ്. ജലജ പറയുന്നുണ്ട്, ആ നയന എന്ന് പറയുന്നവൾ ഇത്രമാത്രം കാട്ടിക്കൂട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു കൊടുത്തത് നീയൊക്കെ ആയിരുന്നില്ലേ? അതുകൊണ്ടാണ് അവൾ ഇത്രമാത്രമൊക്കെ കളിച്ചത്. അവളുടെ സ്വഭാവം ഇത്രമാത്രം മോശമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അവളുടെ സ്വഭാവം മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഇപ്പോഴേതായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അതുകൊണ്ട് വീട്ടിൽ പോയാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എങ്ങനെയെങ്കിലും അവൾമാരെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. എങ്ങനെയെങ്കിലും അജയനെയും ജയനെയും നമ്മുടെ ഭാഗത്താക്കണം. അജയനും ജയനും ഒക്കെ എന്താ തെറ്റിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നത്? അനീപിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ആദർശം നയനെയും പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടറെ കണ്ട ഉടനെ ജലജ ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഡോക്ടർ? ദേവിയടുത്തേക്ക് വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബ്ലഡ് മാറ്റിയതിന് ശേഷം അത്ഭുതകരമായ മാറ്റമാണ് ദേവയാനി മേഡത്തിന് വന്നത്. മേഡത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കേണ്ടത് നിങ്ങളുടെ മരുമകളെയാണ്. നയനയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ജലജയ്ക്കും ജാനകിക്കും ഒരു സംശയം. ഡോക്ടർ ആരുടെ കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. വേറെ ആരുടെയും കാര്യമല്ല, അകത്ത് കിടക്കുന്ന ദേവയാനി മേഡത്തിൻ്റെ മരുമകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നയനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. അവൾക്ക് അതിനൊരു കുഴപ്പവുമില്ലല്ലോ, അവൾ വീട്ടിലേക്ക് പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അവൾ വീട്ടിലേക്ക് പോയത് ശരിയാണ്, പക്ഷെ ആ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. അതൊക്കെ അവളുടെ ഒരു അഭിനയമാണ്. അവളുടെ ഒറ്റൊരുത്തി കാരണമാണ് ഏടത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ജലജ പറയുകയാണ്. ജലജയുടെ ജാനകിയുടെ സംസാരം കേട്ട് ഡോക്ടർക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല. ഡോക്ടർ പറയുകയാണ്, അനന്തപുരി തറവാടിനും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടല്ലേ? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശന് തീരെ സുഖമില്ലാതിരിക്കുകയാണ്. വലിയൊരു രോഗമാണ് മുത്തശ്ശനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് ശാന്തമായ അന്തരീക്ഷമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്തിനാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുത്തശ്ശന്റെ സമാധാനം കെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ. എന്നാലും ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും നയനെ സമ്മതിച്ചു. എവിടെ പോയാലും അവളെ സ്നേഹിക്കുന്നവരേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ജലജ. അവളുടെ കയ്യിൽ എന്തോ ഒരു മായാശക്തിയുണ്ട്. അതുപയോഗിച്ച് എല്ലാവരെയും മയക്കിയെടുത്തിരിക്കുകയാണ്. അവളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ എല്ലാവരെയും അവൾ മയക്കിയെടുത്തത്. അവളുടെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരെയും അവൾ മയക്കിയെടുത്തത് എന്നൊക്കെ പറയുകയാണ് ജലജ. പിന്നീട് കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അവിടെ അയ്യപ്പൻ പാട്ടും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞു. പിന്നീട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ. അതിനുശേഷം മുത്തശ്ശൻ എല്ലാവരോടായിട്ട് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് നടന്നത്. മനുഷ്യനാകുമ്പോൾ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതുപോലുള്ള കാര്യങ്ങളല്ലല്ലോ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. ഇതിനെല്ലാം പരിഹാരമായിട്ട് ഈ അയ്യപ്പൻ വിളക്കും വ്രതവും ചടങ്ങുകളും എല്ലാം ഒരു കാരണമാകും എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നടന്നു തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നടന്നു പോവുകയാണെന്ന് കേട്ടപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ഒരു വിഷമം. അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. പോരെ മുത്തശ്ശി, ഇവിടെ നിന്ന് തന്നെ നടന്നു തുടങ്ങണം. എന്നാൽ ഇവിടെ നിന്ന് തന്നെ നടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അബിയുടെ മുഖം അങ്ങ് മാറുകയാണ്. എന്തൊരവസ്ഥയാണ് എന്നൊക്കെ ആലോചിച്ച് അബി ഇങ്ങനെ വിഷമിക്കുകയാണ്. ഈ തിരുവനന്തപുരം മുതൽ ശബരിമല വരെ എങ്ങനെ നടക്കും എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് അബി. എന്നാൽ അബിയുടെ മുഖഭാവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നവ്യ. വിഷമിച്ചെന്തോ ആലോചിച്ചിരിക്കുന്ന അബിയുടെ മുഖം നവ്യ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, അവൻ്റെ മുഖം ഒന്ന് നോക്കിക്കേ, അവനിതിനൊന്നും തീരെ താല്പര്യമില്ല എന്ന് നവ്യ നയനയോട് പറയുന്നുണ്ട്. അബിയുടെ മുഖഭാവം മുത്തശ്ശന് ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കെങ്കിലും നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അത് കേട്ട് ആദർശം പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അവർ അവരുടെ താല്പര്യത്തിന് പോയിക്കോട്ടെ മുത്തശ്ശ, ഞാൻ എന്തായാലും നടന്നാ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് ആദർശ്. അബിയോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്, നടന്നു പോകുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്രാവശ്യം നടന്നു പോകണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ആരോഗ്യത്തിന് വേണ്ടി. പക്ഷെ ആ സമയത്താണ് ആദർശേട്ടനും ജയമാമന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമായി മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ് അബി. എന്നാലും അബിയുടെ വാക്കിൽ നിന്ന് തന്നെ മുത്തശ്ശന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നീട് എല്ലാവരും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നവ്യയോടും നയനയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ ആണുങ്ങൾ നടന്ന് മല ചവിട്ടുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും. അതെന്തായാലും ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നവ്യയും നയനയും അവിടെ നിന്ന് തന്നെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അനിയെയാണ് പിന്നീട് കാണിക്കുന്നത്. അനിയാണെങ്കിൽ വലിയ വിഷമത്തിലാണ്. നന്ദുവിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അനി. അങ്ങനെ അനി നന്ദുവിനെ വിളിക്കുകയാണ്. പക്ഷെ നന്ദു ആ കോൾ കട്ട് ചെയ്യുകയാണ്. അനിയുമായി സംസാരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നാണ് നന്ദു ചിന്തിക്കുന്നത്. നന്ദു കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അനി വോയിസ് മെസ്സേജ് അയക്കുകയാണ് നന്ദുവിനെ.
നീ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു അവസ്ഥ എന്നെ വല്ലാതെ വിഷമത്തിലാക്കുന്നു. എനിക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു ഫ്രണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ആദർശേട്ടൻ നയനേടത്തി ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ജീവിതം നന്നായി. പക്ഷെ എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഓരോരോ പ്രശ്നങ്ങൾ എന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ തുടർന്നാൽ ഞാൻ നാട് വിടും എന്നൊക്കെ പറയുകയാണ് അനി. എന്നാൽ അനിയുടെ ഈ വോയിസ് എല്ലാം കേൾക്കുമ്പോൾ നന്ദുവിനാണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട്. അങ്ങനെ നന്ദു തിരിച്ച് അനിയെ വിളിക്കുകയാണ്. അനി, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? അനാമിക അനിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനാമികയെ മാറ്റിയെടുക്കാൻ അനി ശ്രമിക്കണം. വിവാഹം കഴിഞ്ഞ സമയത്ത് നവ്യേടത്തിയുടെ സ്വഭാവം എന്തായിരുന്നു? ഇപ്പോഴിത് നവ്യേച്ചി മാറിയില്ലേ? അതുപോലെ അനാമികയും മാറിക്കോളും. അപ്പോൾ അനി ചോദിക്കുകയാണ്, ഞാൻ അവളെ മാറ്റിയെടുക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവളല്ലേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത്, അല്ലാതെ ഞാനാണ് അവളെ മാറ്റിയെടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനിക്കുക അനി, അവൾക്ക് എന്തായാലും മാറ്റം വരും, നീ ഒന്ന് കാത്തിരിക്കേ. അന്നേരം അനി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തുറന്ന് പറയാൻ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നന്ദുവിനെ വിളിക്കും. അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ നന്ദു ഫോൺ എടുക്കണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ് അനി. അത് കേൾക്കുമ്പോൾ നന്ദു പറയുകയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അനി. ഇങ്ങനെ ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നീട് അത് വലിയ പ്രശ്നമാകും. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എൻ്റെ ഫ്രണ്ട്ഷിപ്പും എൻ്റെ ബന്ധുക്കളെ ഒന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അന്നേരം നന്ദു അനിയോട് ഇനിയും തർക്കിക്കേണ്ട എന്ന് കരുതി പറയുകയാണ്. ഇപ്പോഴെന്തായാലും അനി ഒന്ന് ഫോൺ വെക്കി, അനിയുടെ മനസ്സ് ശരിയല്ല, എല്ലാം ശരിയാകും, അതേ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുകയാണ്. ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ അനി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇത് കാണിക്കുന്നത് നവ്യാണ്. നവ്യ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവർ വരുന്നതൊന്നും നവ്യ അറിയുന്നില്ല. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ നവ്യയുടെ അടുത്തേക്ക് വരുന്നത്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾ എന്താണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് വിഷമത്തോടെ തന്നെ നവ്യ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു ദിവസം ഭർത്താവ് നല്ലോണം അങ്ങ് സ്നേഹിച്ചു, ഇപ്പോൾ അതില്ല, അതിൻ്റെ വിഷമം മാറ്റും മോൾക്ക് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെ, ഞാനായിരുന്നു ശരിക്കും ആ പാല് കുടിക്കേണ്ടിയിരുന്നത്. ഞാനായിരുന്നു കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ വയറ്റിലെ കുഞ്ഞു പോയി വല്യമ്മ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ കിടന്നേനെ. അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ഇവിടെ പലരും വിചാരിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം എന്നെ പലരും സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ നല്ല സംശയമുണ്ട് എന്ന് പറയുകയാണ് നവ്യ. കാണാത്ത കാര്യത്തെക്കുറിച്ച് മോൾ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. ഇപ്പോൾ തന്നെ എല്ലാവരും കൂടി നയനമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് ശരിയല്ല എന്ന് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ നയനെയും എല്ലാവരും കുറ്റപ്പെടുത്താനും എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിലിടാനും ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ അബിയെക്കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചെറുപ്പം മുതലേ തെറ്റിൻ്റെ വഴിയിലൂടെ മാത്രമേ അവൻ നടക്കുന്നുള്ളൂ. അതുമാത്രമല്ല എപ്പോഴും തെറ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് അവൻ്റെ കൂടെയുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഓർക്കുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശ, ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ഏതായാലും ഇതോടുകൂടി തീരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നയന. അത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, അത് ശരിയാണ് മോള് പറഞ്ഞത്. അനന്തപുരിയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും പുറത്ത് എല്ലാവരും ആഘോഷമാക്കുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും മൂടി വെക്കാൻ നോക്കുന്നത്. പക്ഷെ അത് എല്ലാവരും മുതലെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് ജയനും അജയനും വരുന്നുണ്ട്. ദിവ്യാനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട് എന്നൊക്കെ പറയുകയാണ് അജയൻ. ഈ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ എല്ലാം കാരണം നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാം വേർപിരിക്കാൻ സമയമായിട്ടുണ്ട്. ഉടനെ തന്നെ ഈ വീടിൻ്റെ പാർട്ടീഷൻ നടക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഇവിടെ നടക്കും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ജയൻ പറയുകയാണ്, ഇല്ല അച്ഛാ, ഒരിക്കലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, ഈ കുടുംബം ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഈ വീടും കമ്പനിയും എല്ലാം ആദർശിൻ്റെയും നയനയുടെയും പേരിൽ എഴുതി വെക്കണം. ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കണം. കമ്പനിയുടെ ഷെയറും ലാഭവിഹിതങ്ങളെല്ലാം ആദർശ് എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുത്തോളും. എന്നിട്ട് മുത്തശ്ശൻ അജയനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ആഗ്രഹിച്ചതും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് അജയൻ. ഇതെല്ലാം നോക്കി നടത്താനുള്ള കഴിവ് ആദർശിന് നല്ലോണമുണ്ട്, ബാക്കി ആരെക്കാളും എന്നൊക്കെ പറയുകയാണ് അജയൻ. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട മുത്തശ്ശ, ഇനി അതിൻ്റെ പേരിലായിരിക്കും എല്ലാവരും കൂടി വഴക്കിടുന്നത് എന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശൻ പറയുകയാണ്, മോൾക്ക് പേടിയുണ്ടല്ലേ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവൾ ഇങ്ങോട്ട് വന്നാൽ നിന്നോട് പ്രശ്നമുണ്ടാക്കുമെന്ന്, അതിൻ്റെ വിഷമമാണോ നിനക്ക് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുകയാണ്, അങ്ങനെ ദേവയാനി യുദ്ധത്തിൽ വന്നിട്ടുണ്ട്, അത് ഇനി നടക്കില്ല, അത് തീർക്കാനൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ പറയുകയാണ്. അനാമികയെ അവൾ അത്രമാത്രം സ്നേഹിച്ചിട്ടു അവളുടെ ഒരു ആവശ്യം വന്നപ്പോൾ അനാമിക കൂടെ നിന്നില്ല. ആ സമയത്ത് പോലും നയനമോൾ മാത്രമേ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ.
അതെല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ജയൻ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ എൻ്റെ കടമ ഞാൻ ചെയ്യും. അമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ ഹൃദയം വരെ ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. ഒരു മനുഷ്യജീവി ആയെങ്കിലും അമ്മ എന്നെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് നയന. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ആദർശിനെയും നയനയുമാണ്. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇനി വേറെ റൂമിൽ കിടക്കേണ്ട, നിനക്ക് നല്ല ക്ഷീണമുള്ളതല്ലേ, നീ ഈ റൂമിൽ തന്നെ കിടന്നാൽ മതി, ഞാൻ തറയിൽ കിടന്നോളോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. തറയിൽ കിടന്നാൽ മുൻപുണ്ടായതുപോലെ എന്തെങ്കിലും അസുഖമുണ്ടാകും, അതുകൊണ്ട് തന്നെ ഞാൻ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് നയന. എന്തായാലും ഞാൻ മുത്തശ്ശനോടൊന്ന് കാര്യം പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയുകയാണ് നയന. നീ ഇപ്പോൾ ഈ കാര്യം മുത്തശ്ശനോട് പറയണ്ട, മുത്തശ്ശൻ എന്തെങ്കിലും മുടക്കം പറയും എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. ഇപ്പോൾ നയന പറയുകയാണ്, അങ്ങനെ മുടക്കാനൊന്നും ഞാനില്ല, ഞാൻ ഇപ്പോൾ തന്നെ തറയിൽ കിടന്നോളാം എന്നൊക്കെ പറയുകയാണ്. ശബരിമലയ്ക്ക് പോകാൻ അമ്മ പറഞ്ഞ സമയത്ത് എനിക്ക് ദേഷ്യവും വിദ്വേഷവും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യാത്ര മുടക്കിക്കൊണ്ടാണ് അമ്മ അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ഞാനാണെങ്കിൽ ആകെ വിഷമിച്ച് ഞാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.